ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നേ മത്തിക്കറി നല്ല കപ്പ വേസ്റ്റ് ഉണ്ടാക്കിയാലോ. അയ്യ ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓർന്നല്ലേ. എന്നിട്ട് എന്തിനാ താമസിക്കുന്നേ? കമോൺ, നമുക്ക് ഉണ്ടാക്കി കഴിക്കാന്നേ. നമുക്ക് ആദ്യം തന്നെ മത്തിക്കറി വെക്കാവേ. അതിനായിട്ട് തക്കാളി അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ ചെറിയുള്ളി സവോളയും കൂടെ ഞാൻ ഒരുമിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കൊടംപുളി വെള്ളത്തിലിട്ടത്, ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ. പിന്നെ ജിഞ്ചർ ഗാർലിക് ചതച്ചത്, ക്ലീൻ ചെയ്ത് വെച്ച മത്തി, പിന്നെ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടിയിൽ ഫിഷ് കറി ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ചട്ടി ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഉലുവ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി സവോളയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഉള്ളി ഏകദേശം വഴണ്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കൂടത്തിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കൊടംപുളി ഒഴിച്ചു കൊടുക്കും. കൂടെ തന്നെ മീൻ വേകാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഗ്യാസ് കൂട്ടി വെച്ചിട്ട് നല്ലപോലെ തിളയ്ക്കുന്നത് വരെ മൂടി വയ്ക്കാം. വെള്ളമൊക്കെ ആവശ്യത്തിന് തിളയായിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ചെറു തീയിലിട്ട് വേവിക്കണേ. സാധാരണ മീൻ ഒരു 8 മുതൽ 10 മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടും കേട്ടോ. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മത്തിക്കറി റെഡി. ഇതിനിടയ്ക്ക് നമ്മുടെ കപ്പ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ കപ്പ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഊറ്റി വെക്കാം. ഇലയ്ക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആവശ്യത്തിന് തേങ്ങയും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒതുക്കിയെടുത്തു. കപ്പയിലെ വെള്ളം എല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി അതേ കുക്കറിലേക്ക് തന്നെ കപ്പ മാറ്റിയിട്ട് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അരപ്പൊക്കെ നല്ലപോലെ ആവി കയറിയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നല്ലതുപോലെ ഇളക്കി ഉടച്ചെടുക്കാം. അരപ്പും കപ്പയും കൂടെ നല്ലപോലെ മിക്സായി കപ്പയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വരണം. ഈ സമയം കൊണ്ട് ഉപ്പും എരിവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പ വേവിച്ചതും മത്തിക്കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഫുഡ് അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതില്ലേ.